നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സിസിലിയൻ ഡിഫൻസിൽ നടന്ന ഒരു ഗെയിം പരിചയപ്പെടാം. E4, C5, Knight F3, D6, D4, Knight F6, Knight C3, C cross D4, Knight cross D4, E6, Pawn G4, White Pawn G4 എന്ന നീക്കം നടത്തുന്നു. G5 എന്ന നീക്കം നടത്തുക എന്താണ് വൈറ്റിൻ്റെ ലക്ഷ്യം? Pawn G4 എന്ന നീക്കം നടത്തുമ്പോൾ വൈറ്റിൻ്റെ കിങ് സൈഡ് ദുർബലമാകുന്നു. എന്നാൽ ഈ പൊസിഷനിൽ വൈറ്റ് ക്യൂൺ സൈഡിലേക്ക് കാസലിംഗ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് ക്യൂൺ സൈഡ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് കൊണ്ട് ബ്ലാക്കിന് വൈറ്റിൻ്റെ കിങ്ങിനെ ആക്രമിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. പോൺ H6 വൈറ്റിൻ്റെ G5 എന്ന നീക്കം ബ്ലോക്ക് ചെയ്യുന്നു. റൂക്ക് G1, നൈറ്റ് C6 ബ്ലാക്കിൻ്റെ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് D4-ലിരിക്കുന്ന നൈറ്റിനെ ആക്രമിക്കുന്നു. പോൺ H4, H5, G cross H5, നൈറ്റ് ക്രോസ് H5, ബിഷപ്പ് G5 വൈറ്റ് ബിഷപ്പ് ഡെവലപ്പ് ചെയ്യുകയും ബ്ലാക്കിൻ്റെ ക്യൂനിനെ ആക്രമിക്കുകയും ചെയ്യുന്നു. നൈറ്റ് F6 നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബിഷപ്പിൻ്റെ ഡയഗൺ ബ്ലോക്ക് ചെയ്യുന്നു. ക്യൂൻ D2 വൈറ്റ് ക്യൂൻ സൈഡിലേക്ക് കാസലിംഗ് ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ക്യൂൻ B6 ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് D4-ലിരിക്കുന്ന നൈറ്റിനെയും B2-വിലിരിക്കുന്ന പോണിനെയും ആക്രമിക്കുന്നു. നൈറ്റ് B3, നൈറ്റ് B3 എന്ന നീക്കം നൈറ്റിനെ സംരക്ഷിക്കുന്നതിനും B2-വിലിരിക്കുന്ന പോണിനെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നു. കാസലിംഗ് ചെയ്യുന്ന സമയത്ത് കിങ്ങിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു നൈറ്റ് കൂടി ഉണ്ടായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നൈറ്റ് B3 എന്ന നീക്കം നടത്തുന്നത്. ബിഷപ്പ് D7, ക്യൂൻ സൈഡ് കാസലിംഗ്, നൈറ്റ് E5, നൈറ്റ് E5 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം അടുത്ത നൈറ്റ് F3 എന്ന നീക്കം നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ റൂക്കിനെയും ക്യൂനിനെയും ഒരു ഫോർക്കിലൂടെ അറ്റാക്ക് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. ക്യൂൻ E2, F3 എന്ന സ്ക്വയർ വൈറ്റ് നിയന്ത്രിക്കുന്നു. റൂക്ക് C8, റൂക്ക് C8 വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. കാരണം നേരിട്ടല്ലെങ്കിൽ പോലും വൈറ്റിൻ്റെ കിങ്ങിന് ഒരു ആക്രമണം നമ്മൾക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാം. ഇപ്പോൾ A8 ഇരുന്നിരുന്ന റൂക്കിന് വളരെ സഞ്ചാര സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിക്കുവാൻ ബ്ലാക്കിന് സാധിച്ചു. റൂക്ക് H1, ബിഷപ്പ് E7, F4 നൈറ്റിന് ഒരു ആക്രമണം നേരിടേണ്ടി വരുന്നു. നൈറ്റ് C4 ബ്ലാക്കിൻ്റെ നൈറ്റിനെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സ്ക്വയറിലെത്തിക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. റൂക്ക് D4 C4-ലിരിക്കുന്ന നൈറ്റിനെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നു. നൈറ്റ് A5 ബ്ലാക്ക് നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് B3-ലിരിക്കുന്ന നൈറ്റിനെ ആക്രമിക്കുന്നു. ക്യൂൻ D2, ക്യൂൻ D2 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ബിഷപ്പിൻ്റെ ഡയഗൺ ഓപ്പൺ ചെയ്യുകയും ബ്ലാക്കിൻ്റെ നൈറ്റ് ഉപയോഗിച്ച് B3-ലിരിക്കുന്ന നൈറ്റിനെ വെട്ടിയെടുത്താൽ D4-ൽ ഇരിക്കുന്ന റൂക്കിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുകയും ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിന് D4-ലിരിക്കുന്ന നൈറ്റിനെ വെട്ടിയെടുക്കാമായിരുന്നു. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ക്യൂൻ D2 എന്ന നീക്കം നടത്തുന്നത്. നൈറ്റ് C6, റൂക്ക് D3, Knight B4,
നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ ആക്രമിക്കുന്നു. റൂക്ക് D4. ഈ പൊസിഷനിൽ ബ്ലാക്ക് തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ബ്ലാക്കിൻ്റെ അടുത്ത നീക്കം എന്നുള്ളത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം കണ്ടെത്തുവാൻ ശ്രമിക്കുക. നൈറ്റ് ക്രോസ് A2 പ്ലസ് നൈറ്റ് ക്രോസ് A2. ബ്ലാക്കിൻ്റെ RC8 എന്ന നീക്കത്തിൻ്റെ ഉപയോഗമാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. റൂക്ക് C8 എന്ന നീക്കം നടത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് KB1 എന്ന നീക്കം നടത്തി കിങ്ങിനെ C5 നിന്നും മറ്റൊരു കളത്തിലേക്ക് മാറ്റിവെക്കണമായിരുന്നു. ക്യൂൻ ക്രോസ് B3 നൈറ്റ് C3. ബ്ലാക്ക് വൈറ്റിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്ലാക്കിൻ്റെ ധൈര്യം എന്ന് പറയുന്നത് ബ്ലാക്ക് ക്യാൻസലിംഗ് ചെയ്തില്ലെങ്കിൽ പോലും കിങ് ഇരിക്കുന്ന ഭാഗം 100% ബ്ലാക്കിന് സുരക്ഷിതമുള്ളതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും വൈറ്റിൻ്റെ കരുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് ചെയ്യുവാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഈ പൊസിഷനിൽ വീണ്ടും ബ്ലാക്ക് അപ്രതീക്ഷിതമായ മറ്റൊരു നീക്കമാണ് നടത്തുന്നത്. എന്തായിരുന്നു അടുത്ത നീക്കം എന്നുള്ളത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ച ശേഷം കണ്ടെത്തുവാൻ ശ്രമിക്കുക. റൂക്ക് ക്രോസ് C3 ക്യൂൻ ക്രോസ് C3. ബ്ലാക്ക് ഈ പൊസിഷനിൽ ഒരു ക്യൂൻ എക്സ്ചേഞ്ചിന് തയ്യാറാണ്. ക്യൂൻ ക്രോസ് C3 പോൺ ക്രോസ് C3. ഇപ്പോൾ വൈറ്റിന് H5 ഒരു ഒറ്റപ്പെട്ട പോണും C5 ഡബിൾ പോണുകളുമാണ് ഉള്ളത്. ബ്ലാക്കിന് ഒരു പോൺ കൂടുതലുണ്ടെങ്കിൽ പോലും എക്സ്ചേഞ്ച് ഡൗണിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്കിൻ്റെ A5 B5 ഉള്ള പോണുകൾ തീർത്തും അപകടകാരികൾ തന്നെയാണ്. ബിഷപ്പ് C6. വൈറ്റിൻ്റെ E4 പോണിനെ പിന്നിങ്ങിലാക്കുന്നതിന് ബ്ലാക്കിന് സാധിക്കുന്നു. ബിഷപ്പ് G2 നൈറ്റ് H5. നൈറ്റ് H5 എന്ന ഒരു നീക്കം വളരെ രസകരമാണ്. കാരണം ബ്ലാക്കിന് F6 എന്ന നീക്കം നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ G5 ബിഷപ്പ് ട്രാപ്പ് ആകുന്നുണ്ട്. ബിഷപ്പ് ക്രോസ് E7. ഒരു ബിഷപ്പ് ട്രാപ്പ് മുന്നിൽ കണ്ടതുകൊണ്ടാണ് ബിഷപ്പ് ക്രോസ് E7 എന്ന നീക്കം നടത്തേണ്ടി വരുന്നത്. കിങ് ക്രോസ് E7. റൂക്ക് F1. നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് F4 പോണിന് ഒരു ആക്രമണം ഉണ്ടായിരുന്നു. റൂക്ക് F1 എന്ന നീക്കം നടത്തുമ്പോൾ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് F4 പോണിനെ സംരക്ഷിക്കുവാൻ സാധിക്കുന്നു. എന്നാൽ അടുത്ത നീക്കം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നൈറ്റ് ക്രോസ് F4 റൂക്ക് ക്രോസ് F4 E5. ചെറിയ ഒരു ടാറ്റിക്സിലൂടെ ബ്ലാക്കിൻ്റെ റൂക്കുകളെ പോൺ ഉപയോഗിച്ചുകൊണ്ട് ഫോർക്ക് ചെയ്യുന്നു. റൂക്ക് G4 E ക്രോസ് D4 B ക്രോസ് D4 G6. വൈറ്റിൻ്റെ റൂക്കും ബിഷപ്പും ഇപ്പോൾ ഇരിക്കുന്ന സ്ക്വയറുകൾ വളരെ മോശമാണ്. ഇങ്ങനെ ഒരു പൊസിഷൻ വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഡെഡായി കിടക്കുന്ന പീസുകളെ ചെസ് ബോർഡിൻ്റെ കൂടുതൽ സഞ്ചാര സൗകര്യമുള്ള സ്ഥലത്തേക്ക് നീക്കം നടത്തണം. കിങ് B1 A5 ബിഷപ്പ് F1 B5 ബിഷപ്പ് D3 ബിഷപ്പ് D7 എന്ന് നീക്കം നടത്തിക്കൊണ്ട് G4 ഇരിക്കുന്ന റൂക്കിനെ ആക്രമിക്കുന്നു. റൂക്ക് F4 റൂക്ക് C8 C3 ബിഷപ്പ് E6. ബ്ലാക്ക് എല്ലാ കരുക്കളും സമനിലയിൽ വെട്ടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നീക്കങ്ങൾ നടത്തുന്നത്. ബിഷപ്പ് E6 എന്ന നീക്കം നടത്തുന്ന സമയത്ത് B5 പോണിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ D3 ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് പോണിനെ വെട്ടിയെടുത്താൽ റൂക്ക് B8 എന്ന നീക്കം നടത്തുമ്പോൾ ബിഷപ്പ് നഷ്ടപ്പെടുന്നു. റൂക്ക് F1 ബിഷപ്പ് C4. ബ്ലാക്ക് എല്ലാ കരുക്കളും സമനിലയിൽ വെട്ടിയെടുക്കുവാനാണ് ശ്രമിക്കുന്നത്. കാരണം A5 പോൺ ഉപയോഗിച്ചുകൊണ്ട്